ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരി ബോട്ടമാണ്. അതും പ്ലീറ്റ്സ് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 3 വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ബെല്ലി ബട്ടണിൽ നിന്നും താഴെ ആംഗിൾ വരെയുള്ള ലെങ്ത്, ഇതാണ് ഫുൾ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് 38 ഇഞ്ചാണ്. ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ വേസ്റ്റ് പോർഷൻ, അതായത് ആ ബെല്ലി ബട്ടന്റെ പോർഷനിൽ നിന്നും താഴെ നമ്മുടെ മുട്ട് വരെയുള്ള ഇറക്കം, അത് എത്രയാണെന്ന് നോക്കുക. അത് 22 ഇഞ്ചാണ്. അതെടുക്കുക. അടുത്തത് ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത് സാധാരണ ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് എടുക്കേണ്ടത്. അതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇരിക്കുക. ഫ്ലാറ്റ് സർഫസിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ ബെല്ലി ബട്ടണിൽ നിന്നും താഴെ നമ്മുടെ ഇരിക്കുന്ന ആ പോർഷൻ വരെയുള്ള നീളം അളന്നെടുക്കുക. അതെത്രയാണോ അതാണ് ക്രോച്ച് ലെങ്ത്. അപ്പം അങ്ങനെ നിങ്ങൾക്കത് കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ റൗണ്ട് മെഷർമെൻറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഭാഗം ചുറ്റി നമ്മൾ മെഷർമെൻ്റ് എടുക്കുക. അപ്പോൾ ഇത് 38 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ നീ റൗണ്ട് എടുക്കുക, അതായത് മുട്ട് ചുറ്റി, കണ്ടോ, മുട്ടിൻ്റെ ആ ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം അത് ഒന്ന് ചുറ്റി മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 14 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അടുത്തത് ആംഗിൾ റൗണ്ട് ആണ്, ബോട്ടം റൗണ്ട്. ഇങ്ങനെയല്ല നമ്മൾ ആംഗിൾ റൗണ്ട് എടുക്കേണ്ടത്. നമ്മുടെ ഉപ്പൂറ്റി, ഇത് കണ്ടോ, ഉപ്പൂറ്റി ചുറ്റി നമുക്ക് എത്രയുണ്ട് ഇതെന്ന് ഇതേപോലെ ഒന്ന് വെച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 11.5 ഇഞ്ചാണ് ആംഗിൾ റൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരിബോട്ടം തയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2.25 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഈ തുണിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. ആദ്യം തന്നെ നമ്മൾ ഈ തുണി ഒന്ന് നിവർത്തിയിടുക. നിവർത്തിയിടുമ്പോൾ നിങ്ങൾക്ക് കാണാം തുണിയുടെ അരിക് കണ്ടോ, ഈ പോർഷനിൽ കണ്ടോ ഒരു കളർ വ്യത്യാസം പോലെ. ഈ അരികിന് നമ്മൾ പറയുന്നതാണ് തേരിൻ്റെ സൈഡ്, അതായത് സെൽവെഡ്ജ് പോർഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇത് 2 സൈഡിലും കണ്ടോ, 2 സൈഡിലും ഈ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നൂല് എഴുന്ന് പോവില്ല കേട്ടോ, ഇങ്ങനെ വിട്ട് പോവില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഈ തുണി നമ്മൾ ഹാഫ് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യണം. നടുക ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഫോൾഡഡ് സൈഡ്. ഇനി ഈ ഫോൾഡഡ് സൈഡ് നമ്മുടെ സെൽവെഡ്ജ് പോർഷനിലോട്ട് ഇതേപോലെ ഒന്ന് മടക്കണം. അതായത് ഇത് കണ്ടോ, ഡയഗണലായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഇതേപോലെ മടക്കണം. ഈ പാൻറ് നമ്മൾ ക്രോസ് ആയിട്ടാണ് വെട്ടുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഡയഗണലി നമ്മൾ മടക്കിയെടുക്കുന്നത്. കാരണം ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ ഫാബ്രിക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പം നമുക്ക് ആ പാൻറ് ഇടാനൊക്കെ വളരെ ഈസി ആയിരിക്കും, നല്ലതായിട്ട് ഫാബ്രിക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോണോട് കോൺ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ടെല്ലാം ഒന്ന് അലൈൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്താണ് ഫോൾഡഡ് സൈഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്പൺ സൈഡ്സ് ആണ്. ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് ഫോൾഡഡ് സൈഡിൽ നിന്നാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കണ്ടോ, ഈ എൻഡിൽ നിന്ന്. അപ്പോൾ ഈ എൻഡിൽ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുന്നത് ആംഗിൾ റൗണ്ട് മെഷർമെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന 11.5 സോ അതിൻ്റെ ഹാഫ് എവിടെയാണോ വരുന്നത് കണ്ടോ, അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ലൂസ് ഇടാനും കൂടിയുള്ള സ്പേസ് കൊടുത്തതിന് ശേഷം ആ 11.5 പകുതി ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 5.8 ആണ് നമുക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. സോ അത് നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്നും ഓപ്പൺ സൈഡിലേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യാൻ പോകേണ്ടത് നമുക്ക് എത്ര ഇഞ്ച് ചുരുക്ക് വേണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 10 ഇഞ്ച് എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. ഇത് ചുരുക്കിന് വേണ്ടിയാണ്, കാലിൻ്റെ ഭാഗത്തെ ആ ചുരുക്കിന് വേണ്ടി. സോ ഇവിടെ നമ്മൾ ആ 5 ആ സെയിം മെഷർമെൻറ്റ് ഇവിടെ എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. സോ ആ 5.8 ഇതേപോലെ തന്നെ ഞാനത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചുരുക്ക് വയ്ക്കാനുള്ള ഭാഗം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ആ നമ്മുടെ വേസ്റ്റ് ടു നമ്മുടെ ആംഗിൾ വരെയുള്ള ലെങ്ത്, അത് 38 ഇഞ്ചാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് നമ്മളിപ്പോൾ വരച്ച ലൈനിൽ നിന്ന് വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത്, വേസ്റ്റിൽ നിന്നും നമ്മൾ മുട്ട് വരെയുള്ള നീളമാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ മുട്ട് വരെയുള്ള നീളം നമുക്ക് കിട്ടിയിരിക്കുന്ന 22 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്.
ക്രോച്ച് ലെങ്ത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് ഹിപ്പിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് മുതൽ നമ്മുടെ സീറ്റ് വരെയുള്ള ഇറക്കം എടുത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഇറക്കം എടുത്ത് നമുക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാം. എത്രയാണോ ക്രോച്ച് ലെങ്ത് കിട്ടുന്നത് അതിനോട് കൂടി നിങ്ങളൊരു 3 ഇഞ്ച് കൂട്ടുക. ഇവിടെ ഞാൻ ഹിപ്പ് റൗണ്ടിന്റെ 4 കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അതിനുശേഷം ഇത് കണ്ടോ, ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മുടെ നീ ലെങ്ത്, നമ്മുടെ വേസ്റ്റ് മുതൽ നീ വരെയുള്ള ഇറക്കവും ആ ഭാഗത്തും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ലെങ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് റൗണ്ട് മെഷർമെന്റ്സ് ആണ്. അപ്പൊ അതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആംഗിൾ റൗണ്ട് മെഷർമെന്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ടും വിട്ടേക്കാം. ഇനി നമ്മുടെ അടുത്തത് മുട്ടിൻ്റെ ആ പോർഷനാണ്. അപ്പോൾ നീ റൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. സോ നീ റൗണ്ട് 14 ഇഞ്ചാണ് നമുക്ക് മെഷർമെന്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി 7 ഇഞ്ച് എടുക്കുക. പ്ലസ് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ലൂസിനും കൂടി ആഡ് ചെയ്യുക. അപ്പം 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലൂസിന് വേണ്ടി ഇട്ടിരിക്കുന്ന 1 ഇഞ്ചാണ് കേട്ടോ. അപ്പം ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് റൗണ്ട് മെഷർ ചെയ്യാണ്. അപ്പം അടുത്ത പോർഷനിൽ, അതായത് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഹിപ്പിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ ഈസും കൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഹിപ്പ് റൗണ്ട് എടുത്തിരിക്കുന്നത് 38 ഇഞ്ചാണ്. സോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 വരും. പ്ലസ് 1 ഇഞ്ച് നമ്മൾ ലൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ് ഇത് കറക്റ്റ് അല്ല കേട്ടോ. ഞാൻ അറിയാതെ കൂടുതലും മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്ത് പോയി. അതിനുശേഷം ഞാനതൊന്ന് തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ്, ഇതല്ല കേട്ടോ. അപ്പം അതൊന്ന് ഓർത്തോണം. ഇനി നോക്കിയേ, മേൽഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ഈ പോർഷന് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ തുണി എക്സ്ട്രാ വരുന്നില്ല. സോ ഇവിടെ നമ്മൾ ഒരു പേപ്പറിൻ്റെ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കണം. ബാക്കി മുകൾ ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ ഈ പേപ്പറിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പേപ്പർ കയറ്റി വെച്ച് കൊടുക്കുക. നമ്മൾ ആ ക്രോച്ചിൻ്റെ ലൈനിൽ വരച്ച അതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ഈ മേൽഭാഗത്തും വരച്ചു കൊടുക്കേണ്ടത്. അതായത് 10.5 ഇഞ്ച് തന്നെയാണ് മേൽഭാഗത്തും വരച്ചു കൊടുക്കേണ്ടത്. സോ ഹോൾഡഡ് സൈഡിൽ നിന്നും ഈ 10.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഈ ലൈനിൽ നിന്നും താഴേക്ക് കണ്ടോ, ഈ 2 പോയിന്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഈ കോർണറിൽ നിന്ന്, അതുകൊണ്ട് ഈ പോർഷനിൽ നിന്നും ഒരു 2.5 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 2.5-3 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ ലൈനില്ലേ, ഈ ലൈനിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പം അത് മെഷർ ചെയ്ത് ഇതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക. ശേഷം നമ്മൾ ഈ ക്രോച്ച് ഭാഗത്തിന് ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കിക്കേ, എല്ലാം ചെയ്തു. ഇനി നമ്മൾ ഇത് മേൽഭാഗം കറക്റ്റ് ലെങ്ത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കണം. സോ വള്ളി ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഒരു 2 ഇഞ്ച്, അതായത് നാട ഇടുന്നതിന് വേണ്ടി എക്സ്ട്രാ കേസിങ് തയ്ക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ പേപ്പർ പോർഷനിൽ മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുത്ത് ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഒന്ന് റഫായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സീം അലവൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തുടങ്ങാം, ബോട്ടം പാർട്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ താഴ്ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് എടുക്കുക കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നമ്മളിവിടെ സീം അലവൻസിന് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് അങ്ങ് പോവുക കേട്ടോ. പേപ്പറിലെ പാറ്റേണിലും കണ്ടോ, ഇവിടെ എല്ലാം 1/2 ഇഞ്ചാണ്. നമ്മൾ ആ പേപ്പറിലെ പാറ്റേണിലും എല്ലാം 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതെല്ലാം അങ്ങ് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി, ഈ പോയിന്റ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഈ പോയിന്റിൽ കൂടി, നമ്മൾ ഈ വരച്ച ആ പോയിന്റിൽ കൂടി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
പേപ്പർ പാറ്റേൺ നമ്മൾ അതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ഒന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, കറക്റ്റ് അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, കൂടുതലും ഇല്ല കുറവും ഇല്ല, അതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പേപ്പർ പാറ്റേൺ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത് ചുരിബോട്ടാണ്, നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് തയ്ക്കുമ്പോൾ വല്ലാതെ സ്ട്രെച്ച് ചെയ്ത് പോകും. സോ നമ്മൾ അത് കറക്റ്റായിട്ട് ആ ലെങ്ത്തിന്റെ പോയിന്റിലെല്ലാം ഓരോരോ നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അത് ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ലെങ്ത് പോയിന്റിലെല്ലാം ഓരോരോ നോച്ചസ് ഇട്ട് കൊടുക്കുക. അടുത്തത് ഈ ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള ഫാബ്രിക് പീസ് ഈ പാറ്റേൺ ഉപയോഗിച്ച് വെട്ടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മിച്ചമുള്ള ഫാബ്രിക് പീസ് എടുക്കുക. ഇത് നമ്മൾ 4 ഫോൾഡിലാണ് നമ്മൾ വെട്ടിവെച്ച അതേ ഷേപ്പിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ഇത് 4 പീസസ് ഉണ്ട് കേട്ടോ. 4 പീസസ് ആണ് നമുക്ക് വെട്ടിയെടുക്കുന്നത്. സോ അതേ 4 പീസസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പാറ്റേൺ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെട്ടിവെച്ച പാറ്റേണിനോടൊപ്പം സീം അലവൻസ് ചേർക്കണം. കുറച്ച് ഈ ഭാഗത്ത് സീം അലവൻസ് ചേർക്കണം. കാരണം ഇവിടെയാണ് നമ്മൾ പാൻറ്റുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഭാഗം. സോ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഈ ഭാഗത്തിൽ നിന്നും 1/2 ഇഞ്ച് പാൻറ്റിൻ്റെ നമ്മുടെ ആ മെയിൻ പീസിൽ നിന്നും പോകുന്നുണ്ട്. സോ 1/2 ഇഞ്ച് 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് എടുക്കണം. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് നമുക്ക് ഇവിടെ കൂട്ടിയെടുത്ത് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൽ 4 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇത് മെയിൻ പീസ് എടുത്തിട്ടുണ്ട്, പാൻറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചെറിയ പീസ് നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന്. സീം അലവൻസിൻ്റെ പോർഷൻ നമ്മൾ അകത്തേക്ക് കയറ്റി വെക്കുക. ഇത് കണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ, ഒരു ലെയർ മടക്ക് ഭാഗം ഒരു ഫോൾഡഡ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഒരു ലെയർ. സോ ആ ഒരു ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. കണ്ടോ, ഈ ഒരു ലെയർ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് നിവർത്തുക. അപ്പം നമുക്ക് 2 പീസ് പാൻസിൻ്റെ 2 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മേളിൽ ഇതുപോലെ തന്നെ റോങ് സൈഡ് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതുപോലെ ഇൻറ്റു മാർക്ക് കൊടുക്കുക. കാരണം ഇത് പ്ലെയിൻ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും റൈറ്റ് സൈഡും റോങ് സൈഡും തമ്മിൽ തിരിച്ചറിയുന്നത്. സോ റോങ് സൈഡിൻ്റെ ആ ഭാഗം നമ്മളൊരു ഇൻറ്റു മാർക്ക് കൊടുത്ത് മാർക്ക് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഇതിലൊരു പീസ് എടുക്കുക. ഇതിൻ്റെ റോങ് സൈഡാണ്. കണ്ടോ, ഇത് റോങ് സൈഡാണ്. ഇനി നമ്മൾ ഇത് ചെയ്യാനുള്ളത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിടുക. റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം സൈഡ് പീസസ് എടുക്കുക. സൈഡ് പീസസ് ഇത് കണ്ടോ ഇതേപോലെ വച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ നല്ല വശം രണ്ടും അഭിമുഖമായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ മറുവശവും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇത് സൈഡ്സ് ഒരുമിച്ച് വെച്ച് ഇതൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയാകും കേട്ടോ. നേരെ ഒരു സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ 2 ഭാഗവും കണ്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഇത് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്തത് ബോട്ടം പാർട്ടാണ്, അടിഭാഗമാണ്. അടിഭാഗം നമുക്കിനി ഇവിടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഇതുപോലെ അരികൊന്ന് 1/2 ഇഞ്ച് മടക്കി അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് മടക്കണം. മടക്കിയിട്ട് ഇതിൻ്റെ എഡ്ജ് കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം കണ്ടോ 1 ഇഞ്ചാണ് നമ്മൾ മടക്കിന് വിട്ടിരിക്കുന്നത്. സോ അത് ആ കണക്ക് കണ്ട് മടക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് ചെയ്ത പോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കുക. അപ്പോൾ 2 പീസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു പീസ് ഞാൻ
സൈഡ് മുകളിലാകുന്ന രീതിയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല വശമാണ് കേട്ടോ ഇത്. അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത പീസ് ഞാൻ ഇതേ ചെയ്ത പോലെ എല്ലാം ഈ പീസിലും ചെയ്തിട്ടുണ്ട്. അത് റോങ് സൈഡ് മുകളിലാകുന്ന രീതിയിൽ വിരിച്ചിടുക. അതായത് രണ്ട് നല്ല വശവും അഭിമുഖമാകുന്ന രീതിയിലാണ് ഞാൻ വിരിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് രണ്ടും നല്ല വശങ്ങളാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് നോക്കാം. ഈ ക്രോച്ചിൻ്റെ ഭാഗം അതൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മാറ്റി ഇത് മേൽഭാഗം വരെ ഒരു 1/4 ഇഞ്ചല്ല 1/2 ഇഞ്ച് മാറ്റി മേൽഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡ് നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറുവശം എടുക്കുക, മറുവശത്തെ ക്രോച്ച് എടുക്കുക. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, നമുക്ക് മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മുകൾ ഭാഗത്ത് കുറച്ച് സ്പേസ് വിടണം. അപ്പോൾ ഒരു 4 ഇഞ്ച് വിടുക. അപ്പം നമ്മൾ 2 ഇഞ്ച് കേസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം ഈ വരയ്ക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കുക. അപ്പം ഞാൻ ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ, ഇവിടെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് സീം അലവൻസ് എത്ര കിടക്കുന്നോ അത്രയും പോർഷൻ വെച്ച് വേണം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, അപ്പം ആദ്യമേ നമ്മൾ ഒന്ന് മടക്കി രണ്ടാമത് ഒന്നുകൂടി മടക്കി അതിൻ്റെ എഡ്ജ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ആ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ തന്നെ കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ പിടിച്ച് ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ പാൻറ് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി അതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഒരേപോലെ പിടിച്ച് അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഒക്കെ വെച്ചതിന് ശേഷം കണ്ടോ, ഈ അകത്തെ ഭാഗം ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ബോട്ടം പാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് സ്റ്റിച്ച് ചെയ്യാൻ. ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. പിന്നെ നമ്മൾ ആ നോച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒരുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക കേട്ടോ. നോച്ചസ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരേപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ സെൻറ്ററിലെ ആ സ്റ്റിച്ച് വരുന്ന ആ ഭാഗം കണ്ടോ, ഇത് രണ്ടും ഒരുപോലെ പിടിച്ച് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അത് മാറിപ്പോകരുത്, അത് ഒരുപോലെ പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് മുകൾ ഭാഗം ഒന്ന് നമുക്ക് മടക്കി തയ്ക്കണം, നാട കയറ്റാൻ വേണ്ടി. സോ അതിന് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് കണ്ടോ, ഈ പോർഷനിൽ നിന്നും നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഇഞ്ചാണ് നമ്മൾ ഇത് കയറ്റാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ലെങ്ത്ത്. സോ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അരിക് കണ്ടോ ഒന്ന് ചെറുതായിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി നമ്മളിതാ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ 1/2 ഇഞ്ച് എടുത്തൊന്ന് മടക്കണം. കണ്ടോ, ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇതേപോലെ ഒന്ന് മടക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ എഡ്ജ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇനി വള്ളിയും കൂടി കയറ്റിയാൽ മതി. അപ്പം വള്ളി അടിക്കുന്ന, അതായത് നാട അടിക്കുന്ന വീഡിയോ നമ്മൾ പലതവണ ചെയ്തതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല.
അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. കണ്ടോ, ഇതിൽ നമുക്ക് അത്യാവശ്യം ചുരുക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.